കൊള്ളാം. ഫസ്റ്റ് പാർട്ട് കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഓഫർ. ഫസ്റ്റ് ഹാഫ് ഒരു മീഡിയം ലെവലിൽ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കില്ല സെക്കൻഡ് ഹാഫിൽ ഇത്രയും ഒരു വേരിയേഷൻ വരുമെന്ന് വിചാരിച്ചില്ല. സൂപ്പറായി. ഞാനിപ്പോൾ ഇന്നിപ്പോൾ കാണാമെന്ന് 3ാമത്തെ പ്രാവശ്യം ഉണ്ട്. അവർ ആളെ എൻ്റെ ഈ പടത്തിൽ എത്ര എക്സ്പെൻസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിനേക്കാളും കൂടുതൽ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ചുമ്മാ അതെല്ലാവരും പറയുമല്ലോ, അപ്പോൾ ആർക്കെന്തും പറയാമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ഞാനവിടെ വിശ്വസിക്കുന്നില്ല. നെഗറ്റീവ് വരുമോ തോന്നു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിക്കാം. എന്നെപ്പോലുള്ള ഒരു സാധാരണ ഒരു പടലക്കാരന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ചെയ്യാം, വേണമെങ്കിൽ ഒരു വേറെ ഗ്രേഡിലോട്ട് മാറ്റി വിടാൻ പറ്റും. പക്ഷേ ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. സിനിമയായിട്ട് കാണുക അല്ലേ, അതല്ലേ ശരി ആണല്ലോ. സൂപ്പറായി. ചെറിയ കുറച്ചേ ഉള്ളെങ്കിലും അടിപൊളിയായിരിക്കും. അവസാനത്തെ കുറച്ച് നേരം ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു പടം ഫ്ലോപ്പായെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷമാണ് അതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. എല്ലാ സിനിമയ്ക്കും ഒരു ട്വിസ്റ്റ് വേണമല്ലോ. ക്ലൈമാക്സ് സൂപ്പർ. ഇനി ഇതിൻ്റെ 3 ഇറങ്ങുമെന്നുള്ളത് സംശയമാണ്, പറയാൻ പറ്റില്ല. പക്ഷേ ഇറക്കാനുള്ള ചാൻസ് കുറവാണ്. ആ സിനിമയുടെ ഒരു വേരിയേഷൻ കണ്ടിട്ട് കൊടുത്ത പൈസയ്ക്കുണ്ട്. നല്ലുണ്ട്, സൂപ്പർ. പറയാൻ സൂപ്പറായിട്ട് നല്ല പടമാണ്. നല്ല വിഷ്വൽ എഫക്റ്റ് ആണ് എൻ്റെ മെയിൻ വരുന്നത്. പടം ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഋഷഭ് ഷെട്ടി പൊളിച്ച് നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. രണ്ടാവുന്നു, പക്ഷെ അടുത്തത് പുതിയൊരു ആകാംക്ഷയാണ് എന്ത് ചെയ്യുമെന്നുള്ളത്. നല്ല പടമായിരുന്നു. സൂപ്പറായിരുന്നു. സൂപ്പർ ഗംഭീരം. സൂപ്പർ സിനിമ. കൊള്ളായിരുന്നു. Nice, നല്ല മൂവിയാണ്. It was really good. A visual spectacle actually, we should say. We should promote these kinds of movies actually. മലയാളത്തിലും ഇങ്ങനത്തെ മൂവീസൊക്കെ നന്നായിട്ട് വരണം. Try for that. Thank you. നല്ല സിനിമ, നല്ല ഉഗ്ര സിനിമ. പിന്നെ കാന്താര ഒന്നിനേക്കാളും നല്ല ബെസ്റ്റ് സിനിമയാണ്. ഋഷഭ് ഷെട്ടിയുടെ നല്ല പെർഫെക്ഷൻ. എല്ലാം ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ 1.5 ക്ലൈമാക്സ് തന്നെയാണ്. എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്, നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ്. വേറെ കഥയൊന്നും ഇതിനകത്ത് കൂടെ ആലോചിക്കും. പക്ഷേ നമ്മുടെ ജയറാമേട്ടൻ വളരെ നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. നായികയും നല്ല നായികയാണ്. നല്ല സിനിമ. നല്ല 3 ഇതിനേക്കാളും വ്യക്തമായി നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാന്താര 3 ഒരു ഹിൻഡ് തന്നിട്ടാണ് കാന്താര 3 ഭാഗം ഉണ്ടെന്നൊരു ഹിൻഡ് കാണിച്ചിട്ടാണ് സിനിമ ടാഗൻ ചെയ്തിരിക്കുന്നത്. നല്ല സിനിമ. കിഡിലും പടം എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിൽ പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പം പറയാതിരിക്കാൻ വയ്യ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. OTT വന്ന് കാണണമെന്ന് പറഞ്ഞാൽ വെറുതെയാണ്. OTT ഒന്നും കാണരുത്. ഇത് ഇവിടെ വന്ന് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമാണ്. വിഷയം തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റാണ്. വിഷയം പടം തന്നെ, തിയേറ്റർ തന്നെ. ലാസ്റ്റത്തെ സീനൊക്കെ ഒന്നും തിയേറ്ററിൽ നിന്ന് കാണാത്തവർ വെറുതെ വീട്ടിൽ നിന്നൊരു കാര്യമില്ല. എപ്പോഴേ പറയും, പൈസ ഉള്ളതുണ്ട്, പൈസയ്ക്കുള്ള സാധനമാണ്. കൊള്ളാം, സൂപ്പർ പടം. മേക്കിംഗ് ആയാലും വിഷ്വലി എഫക്റ്റ് സൂപ്പർ പടം. നല്ല പടം. സൂപ്പർ. മുഴുവനും കണ്ടു. സൂപ്പറായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിലെല്ലാം ഇഷ്ടപ്പെട്ടത്? അല്ല, എല്ലാം മേക്കിങ്ങും എല്ലാം സംവിധാനം എല്ലാം കേട്ടാ കിടിലം പടം. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ഇനിയും കാണണമെന്നുണ്ട്. നല്ല സിനിമ. കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ അഭിനയം, ഋഷഭ് ഷെട്ടിയുടെ അഭിനയം, പിന്നെ ഡയറക്ഷൻ എല്ലാം, സൗണ്ട് മിക്സിങ്, എഡിറ്റിങ് എല്ലാവരും. ഋഷഭ് ഷെട്ടീനാണ് മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടത്. കിട്ടില്ല സിനിമ, എല്ലാവരും കാണണം. കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇഷ്യൂസ് ഉള്ള പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് മേക്കപ്പ് ചെയ്തു. നല്ല പടമാണ്. നല്ല സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന പടമാണ്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു പഴയൊരു ട്രഡീഷണൽ ഫീലൊക്കെ കിട്ടും. കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ല പടമായിരുന്നു. പെർഫെക്റ്റ്. മ്യൂസിക്, ഫൈറ്റ് എല്ലാം കൊള്ളായിരുന്നു. അഭിനയവും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. എല്ലാവരുടെയും കൊള്ളായിരുന്നു. ജയറാം എല്ലാവരുടെയും. സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കൊള്ളില്ലെന്നൊക്കെ ചിലർ പറയാനായിട്ട്. ഫസ്റ്റ് ഹാഫാണ് ചിരിച്ച് ഊപ്പാട് വരും ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഫുൾ ടൈം രോമാഞ്ചമാണ്. മ്യൂസിക്കാണ് ഏറ്റവും സെറ്റ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഗിറ്റാർ വെച്ചൊരു പരിപാടിയുണ്ട്. സൂപ്പറാണ്. ഫുൾ ട്വിസ്റ്റ് എല്ലാം ഉണ്ട്. അഭിനയം കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ഡയറക്ഷനും അഭിനയവും എല്ലാം വേറെ ലെവല്. എങ്ങനെ ചെയ്തത് ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഋഷഭ് ഷെട്ടി കിടിലം. രാജമൗലി ലെവൽ മേക്കിംഗ് ആണ്. കിടിലം പടം. നല്ല രീതിയിൽ സംവിധാനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. നല്ല രീതിയിൽ നല്ല മേക്കിങ് കാണാൻ അടിപൊളി.
എങ്ങനെയുണ്ട് ഋഷഭ് ഷെട്ടിയുടെ ഋഷഭ് ഷെട്ടി എങ്ങനെയുണ്ട് ആ സൂപ്പറായിരുന്നു നന്നായിട്ട് പടങ്ങളുടെ എടുത്തു പറയാൻ തോന്നിയത് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് നല്ല രസമുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പടം കൊള്ളാം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് അതിനേക്കാളും കൊള്ളാം